ഈശ്വര, വാനരജന്മെന്ന് കേട്ടിട്ടേ ഉള്ളൂ. അവൻ മാളുവിനെ നോക്കി പറഞ്ഞു. ശക്തി സൂരജിനെ നോക്കിയൊന്ന് ആക്കി ചിരിച്ചു. ഡീ, അവൻ അവളുടെ അടുത്തേക്ക് നടക്കുമ്പോഴേക്കും അവൾ ശിവയുടെ കോളർ പിടിമുറുക്കി. ഏട്ടാ. ശിവ തലമുന്നിച്ച് സൂരജിനെ നോക്കി. അത് കണ്ട് അവൻ സ്വിച്ചിട്ട പോലെ നിന്നു. സൂരജ് അവളെ നോക്കിയൊന്ന് പല്ലടിച്ചു. എടി കാന്താരി, നീ ലക്ഷ്മണനെ കടന്ന് പുറത്തിറങ്ങില്ലേ? അപ്പൊ ശരിയാക്കി തരാടി. പിന്നെ തിരിഞ്ഞ് മാളുവിനോടായി പറഞ്ഞു. ഡീ മറുതേ, നീ ഇന്ന് മുഴുവൻ മരത്തിൽ കയറിയിരിക്കില്ലല്ലോ, നീ ഇറങ്ങി വാട്ടോ. അവൻ ക്ഷീണിച്ച് ലക്ഷ്മിയുടെ മടിയിൽ പോയി കിടന്നു. ലക്ഷ്മി അമ്മേ, കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. ലക്ഷ്മി ചിരിച്ചുകൊണ്ട് അവന്റെ തലയിൽ തലോടി കൊടുത്തു. പിന്നെ അടുക്കളയിലേക്ക് പോയി. സൂരജും ലക്ഷ്മിയുടെ പിന്നാലെ പോയി. സൂരജിനെ കാണാതെ മാളു പമ്മി റൂമിലേക്ക് കയറി വാതിലടച്ചു. അവൾ തിരിഞ്ഞ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ച് കണ്ണടച്ച് നിന്നു. മുഖത്തൊരു ചുടുനിശ്വാസം അടിക്കുന്ന പോലെ തോന്നി. അവൾ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ 2 ഉണ്ട കണ്ണും പല്ലും മാത്രമേ കണ്ടുള്ളൂ. അവൾ പേടിച്ച് അലറി വിളിക്കാൻ പോയപ്പോഴേക്കും സൂരജ് അവളുടെ വായ പൊത്തി. എടി ഞാനടി പുല്ലേ, അലറണ്ട. നിങ്ങളോട് ആര് പറഞ്ഞു എൻ്റെ റൂമിൽ കയറാൻ? അതൊക്കെ ആരോടെങ്കിലും ചോദിക്കണോ? എൻ്റെ അമ്മാളുവിനെ കാണാനല്ലേ ഞാൻ വന്നത്. അത് കേട്ടപ്പോൾ അവളൊന്ന് ചിരിച്ചു. കൊഞ്ചാതെ പോവാൻ നോക്കി ചെക്ക. പോവാം, അതിനു മുമ്പ് എന്നും പറഞ്ഞ് അവൻ അവളെ വലിച്ചടുപ്പിച്ച് അതിരങ്ങൾ കവർന്നു. മാളു അവനെ അള്ളിപ്പിടിച്ച് നിന്നുപോയി. കുറച്ചു നേരത്തിന് ശേഷം അവളെ അവൻ മോചിപ്പിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പെണ്ണ്, നീ മറുപടിയൊന്നും പറഞ്ഞില്ല. വരട്ടെ ഞാൻ വീട്ടിലേക്ക്. ആദ്യം ശിവേട്ടനോട് വാവച്ചിയോടൊന്ന് പറഞ്ഞിട്ട് മതി സച്ചുവേട്ടാ. നീ പറയുന്നോ അതോ ഞാൻ പറയണോ? വാവാച്ചിയോട് ഞാൻ പറയാം. ശിവേട്ടനോട് എനിക്ക് പേടിയാ. എന്നാൽ ശിവയോട് ഞാൻ പറയാം. എന്നിട്ട് വേണം എൻ്റെ കാന്താരി മുളകിനെ എനിക്ക് സ്വന്തമാക്കാൻ. അവൻ അവളെ ഒന്നുകൂടെ വരിഞ്ഞു മുറുക്കി. ഹാളിലെ ഫോൺ റിങ് ചെയ്യുന്ന കണ്ട് ലക്ഷ്മി പോയി ഫോൺ എടുത്തു. മോളെ, വീട്ടിൽ നിന്നാ. ലക്ഷ്മി ലാൻഡ് ഫോണ് ശക്തി കൊടുത്തു. അവൾ കുറച്ചു നേരം സംസാരിച്ചു. ശരിയമ്മേ, ഞാൻ ദേവേട്ടനോട് ചോദിച്ചിട്ട് വിളിക്കാം. എന്നാ വെക്കട്ടെ. എന്ത് ചോദിക്കുന്ന കാര്യ? അങ്ങോട്ട് കയറി വന്നോട് ശിവ ചോദിച്ചു. അത് ദേവേട്ട, അടുത്താഴ്ച നമ്മൾ ഏട്ടൻ്റെ തറവാട്ടിൽ പോകുന്നില്ലേ? അത് കഴിഞ്ഞ് 2 ദിവസം എന്നോട് വീട്ടിൽ വന്ന് നിൽക്കാൻ. അതൊന്നും ഇപ്പോൾ പറ്റില്ല. ഈ തിരക്കിണിൽ ഇങ്ങനെ ഒരു കുടുംബസംഗമം തന്നെ വേണ്ടാന്ന് ആച്ചാച്ചനോട് ഞാൻ പറഞ്ഞതാ. ഇപ്പോൾ ഓഫീസിൽ തിരക്കാണെന്ന് എനിക്ക് അറിയില്ലേ? എന്താ ദേവേട്ട, പ്ലീസ്. അടുത്ത ആഴ്ച എല്ലാവരും ഉണ്ടാവില്ലേ? 2 ദിവസം നമ്മളെല്ലാവരും അവിടെ ഇല്ലേ? പിന്നെ പ്രത്യേകിച്ച് നിൽക്കാൻ പോകുന്നത് എന്തിനാ? ഇപ്പോൾ കുറേ ആയില്ലേ ദേവേട്ട ഞാൻ പോയി നിന്നിട്ട്. ഏട്ടൻ അവിടുത്തെ ഓഫീസിൽ പോയി കാര്യങ്ങളൊക്കെ നോക്കിയാൽ പോരെ? അല്ലെ ഞാൻ പോയി നിന്നിട്ട് വരാം. അത് കേട്ടതും ശിവക്ക് ദേഷ്യം വന്നു. അങ്ങനെ ഞാനില്ലാതെ നീ എവിടെയും പോകണ്ട. പിന്നെ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ മതി. പോവണ്ടെന്ന് പറഞ്ഞാ പോവണ്ട. അത് കേട്ട് ശക്തിയുടെ കണ്ണുകൾ നിറഞ്ഞു. ശക്തിക്ക് ആകെ വിഷമമായി. ഇത് കണ്ട് ലക്ഷ്മി അവളുടെ അടുത്തേക്ക് വന്നു. സാരമില്ല മോള്, അവന് നിന്നെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ലെന്നറിയില്ലേ? അതുകൊണ്ടല്ലേ നീ എപ്പോൾ വീട്ടിൽ പോകുമ്പോഴും അവൻ കൂടെ വരുന്നു. ഇതിപ്പോൾ അടുത്ത ആഴ്ച എല്ലാവരും കൂടുന്നത് തന്നെ അവന് ഇഷ്ടമുണ്ടായിട്ടല്ല. അച്ചാച്ചൻ പറഞ്ഞുകൊണ്ട് വരുന്നത് തന്നെ. ഇപ്പം അത്രയ്ക്കും തിരക്കല്ലേ ഓഫീസിൽ, അതുകൊണ്ടല്ലേ. സാരല്ല മോളെ. ശക്തി ലക്ഷ്മിയോടൊന്ന് ചിരിച്ചു. എന്നിട്ട് പുറത്തെ ഗാർഡനിൽ പോയിരുന്നു. അപ്പച്ചി, വാവാച്ചി എവിടെ? മാളു ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഗാർഡനിലെ ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട്. ആകെ വിഷമിച്ചിരിക്കുക. അതെന്തു പറ്റി? പത്മിനി വിളിച്ചിരുന്നു. അടുത്ത ആഴ്ച തറവാട്ടിൽ എല്ലാവരും കൂടുന്നുണ്ടല്ലോ. അപ്പം അത് കഴിഞ്ഞ് അവളോട് 2 ദിവസം വീട്ടിലേക്ക് നിൽക്കാൻ വരാൻ പറഞ്ഞു. ശിവ സമ്മതിച്ചില്ല അതിന്. ഓ, അതാണ് കാര്യം. ഞാൻ പോയി അവിടെ വിഷമെല്ലാം മാറ്റി ഇപ്പൊ കൊണ്ടുവരാം. അല്ല, ആർക്കാ വിഷമം? അതും ചോദിച്ചുകൊണ്ട് സൂരജ് കയറി വന്നു. ലക്ഷ്മി അവനോട് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അയ്യേ, അതൊരു വാവാച്ചിയുടെ വിഷമം മാറ്റാൻ ഇവളാണോ പോകുന്നത്? വാവാച്ചി ഞാൻ പറഞ്ഞാലേ കേൾക്കൂ. താഴ്ന്നു പോടും, ഞാൻ പറഞ്ഞാലേ അവൾ കേൾക്കൂ. നീ പോടി, എൻ്റെ പെങ്ങളവള്. അവൾ ഈ ചേട്ടായി പറയുന്നേ കേൾക്കുള്ളൂ. എന്നാ നോക്കാം ആര് പറഞ്ഞിട്ട് അവൾ അനുസരിക്കുന്നതെന്ന്. അതും പറഞ്ഞ് സൂരജും ആളും കൂടെ പുറത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് ശങ്കർ ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നു. എടീ, പിള്ളേരൊക്കെ ഇവിടെ? ലക്ഷ്മി കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു. മോളാകെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. മാളുവും സൂരജും കൂടി അവളൊന്ന് ഉഷാറാക്കാൻ പോയിട്ടുണ്ട്. ആര്? മാളുവും സൂരജോ? ആ അതെ. എൻ്റെ ലക്ഷ്മി, നിനക്കറിയില്ലേ ആ 2 സാധനങ്ങൾ കൂടി കൂടിയാ? ഏയ്, അവർ മോളെ എന്തെങ്കിലും പറഞ്ഞ് ഹാപ്പിയാക്കും. അത് കണ്ടാൽ മതി. നീ വാ, നമുക്കെന്തായാലും പോയി നോക്കാം. അവർ ഗാർഡനിലേക്ക് പോയി. നോക്കിയപ്പോൾ സൂരജും മാളും ദേഷ്യത്തോടെ കയ്യും കെട്ടി ബെഞ്ചിന്റെ 2 അറ്റത്തിരുന്ന് പിറുപിറുക്കുന്നുണ്ട്. ശക്തി ബെഞ്ചിനെ നടുക്കിരുന്ന് മുഖം പൊത്തി കരയുന്നുണ്ട്. ഈശ്വര, എൻ്റെ മോളെന്തിനെങ്ങനെ കരയുന്നേ? ലക്ഷ്മി നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു. ശങ്കർ, നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ലക്ഷ്മി? ശങ്കർ ലക്ഷ്മിയും കൂടെ അവരുടെ അടുത്തേക്ക് ചെന്നു. എന്താ മോളെ, എന്തിനെങ്ങനെ കരയുന്നത്? സൂരജ്, ഞാൻ മര്യാദക്ക് ആശ്വസിപ്പിക്കാൻ നോക്കിയതാ ലക്ഷ്മി അമ്മേ. അപ്പോഴാ ഇവൾ ഓരോന്ന് പറയാനുള്ള കരയിപ്പിച്ച്. കാലമാണ് താൻ പറഞ്ഞു കേട്ടില്ല അവൾ കരഞ്ഞത്.
രണ്ടിനും ഞാനും തന്നാലുണ്ടല്ലോ. ഹോ, എന്താ ഈശ്വര ഇതുങ്ങൾ ഇങ്ങനെ ആയിപ്പോയത്. ലക്ഷ്മി അവരെ നോക്കി ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും ശക്തിയെ നോക്കി ശിവയെ അവിടെ എത്തിയിരുന്നു. ലക്ഷ്മിയുടെ നെഞ്ചിൽ തല ചേർത്ത് കരയുന്ന ശക്തിയെ കണ്ട് അവനൊന്നും വല്ലാതായി. അവൻ വേഗം അവിടേക്ക് ചെന്ന് അവളുടെ കൈ പിടിച്ച് എണീപ്പിച്ച് തൻ്റെ ദേഹത്തേക്ക് അടുപ്പിച്ച് നിർത്തി. എന്താ, എന്തിനാ കരയുന്നേ? അവൻ അവളുടെ കണ്ണു തുടച്ച് മുഖമുയർത്തി ചോദിച്ചു. ഒന്നും പറയണ്ട ശിവ, നീ മോളോട് വീട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് എന്തോ വിഷമായി. അവളുടെ മൂഡ് മാറ്റി ഹാപ്പിയാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞു വന്നതാ ഇവര് രണ്ടും. എന്തൊക്കെയോ പറഞ്ഞ് ഇവളെ കരയിച്ചു രണ്ടും കൂടെ. ശിവ മാളുവിനെയും സൂരജിനെയും ദേഷ്യത്തോട് നോക്കി. അവർ രണ്ടുപേരൊന്ന് പരിങ്ങി കളിച്ചു. രണ്ടിനെ എൻ്റെ കൺമുമ്പിൽ കണ്ടെടുത്ത് വലിച്ചെറി ഞാൻ. നിൽക്ക്, ഞാൻ വന്നിട്ട് തരാം ബാക്കി. അവൻ അതും പറഞ്ഞ് ശക്തിയും കൂട്ടി അകത്തേക്ക് പോയി. ഇതിന് മാത്രം എന്താടാ നിങ്ങൾ എന്നെ മോളോട് പറഞ്ഞ്? അത് പറഞ്ഞതൽപ്പം കൂടിപ്പോയി, ആ ഫ്ലോയിൽ അങ്ങ് വന്നു പോയതാ. ആ, ഇനി കിട്ടുന്നൊക്കെ വാങ്ങിച്ചോ. അതും പറഞ്ഞ് ശങ്കറും ലക്ഷ്മി അകത്തേക്ക് പോയി. എടി, ഇനി എന്താ ചെയ്യാ? വാവാച്ചിയോട് കാര്യങ്ങളൊക്കെ പറയണ്ടേ? എല്ലാം നശിപ്പിച്ചിട്ട് എന്നോട് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ മാത്രമാണോ? നീയും ഇല്ലേ? അത് സച്ചുവേട്ടൻ്റെ കമ്പനിക്ക് ഞാനും കൂടിയതല്ലേ. ഒരു തമാശയൊക്കെ തുടങ്ങിയതായിരുന്നു. വാ, എന്തായാലും നമുക്ക് പോയി നോക്കാം. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ വാവേ, നമുക്ക് പിന്നെ പോവാം വീട്ടിലേക്ക് നിൽക്കാനായിട്ട്. 2 ദിവസം ആക്കണ്ട, ഒരാഴ്ചനകം നിന്നേക്കാം. എന്താ? ഇപ്പം ഏട്ടന് തിരക്കായതുകൊണ്ടല്ലേ മോളെ. നിന്നെ ഞാൻ എങ്ങനെയാ ഒറ്റയ്ക്ക് വിടുക? എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ നീയില്ലാതെ. നിനക്കെന്നെ കാണാതെ നിൽക്കാനാവുമോ? ദേവേട്ട, നമുക്ക് പിന്നെ പോവാം. എനിക്കും ഏട്ടനില്ലാതെ പറ്റില്ല. എന്തായാലും തറവാട്ടിൽ പോകുന്നുണ്ടല്ലോ, അതിൻ്റെ കൂടെ നിൽക്കാമെന്ന് കരുതിയിട്ടാ ഞാൻ. സാരമില്ല, നീ കരയില്ലേ. ഞാൻ പറഞ്ഞില്ലേ ഈ കണ്ണു നിറയുന്നു എനിക്ക് സഹിക്കാനാവില്ലെന്ന്. ശക്തി ചിരിച്ചുകൊണ്ട് മുഖം തുടച്ചു. അപ്പോഴേക്കും ശിവക്കൊരു കാൾ വന്നു. ഹോസ്പിറ്റലിൽ നിന്നാണല്ലോ. അവൻ കോൾ എടുത്തു. ഏട്ടാ, ഞാനിപ്പോൾ വരാവേ. ശക്തി അതും പറഞ്ഞ് താഴേക്ക് പോയി. താഴെ അവളെ നോക്കി സൂരജും ആളും ഇരിക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ട് അവർ വേഗം അവിടെ അടുത്തേക്ക് വന്നു. ശക്തി അവരോട് മിണ്ടിയില്ല. അയ്യോ വാവാച്ചി, പെണങ്ങളെടാ, ചുമ്മാ ഒരു തമാശക്ക് തുടങ്ങിയതാ. പിന്നെ ഈ പെണ്ണ് കാരണ. ഡോ, ഇനി എല്ലാം കൂടെ എൻ്റെ തലയിൽ വെച്ചോ. നിങ്ങളല്ലേ പറഞ്ഞ് ശിവേട്ടൻ തല്ലും കൊല്ലുന്നൊക്കെ? അത് നീ അവൻ്റെ കയ്യിൽ കത്തിയുണ്ട്, തോക്കുണ്ട്, അതുകൊണ്ട് എത്ര പേരെ കൊന്നിട്ടുണ്ടാവുമെന്ന് പറഞ്ഞിട്ടല്ലേ? ശക്തി ചെവി പൊത്തിപ്പിടിച്ചു. അയ്യോ, ഒന്ന് നിർത്താവോ? സത്യത്തിൽ എന്താ നിങ്ങളുടെ പ്രശ്നം? എന്തിനിങ്ങനെ എപ്പോഴും അടിയുണ്ടാക്കുന്നത്? സോറി വാസി, ഇനി അടിയുണ്ടാക്കില്ല. നീ പെണങ്ങല്ലേ. നിനക്ക് എത്ര ഐസ്ക്രീം വേണേലും ഈ ചേട്ടൻ വാങ്ങിത്തരാം. ഓ, ചോട്ട മാത്രമല്ല, ഈ ഞാനും വാങ്ങിത്തരാം. ശക്തി അവരുടെ സംസാരം കേട്ട് ചിരിച്ചുപോയി. അപ്പോഴേക്കും സൂരജും മാളും വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. വാവച്ചി, നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യണം. ശിവയോട് പോയിട്ട് ഞങ്ങൾ വഴക്ക് പറയില്ലെന്നൊന്ന് പറ. എനിക്കങ്ങ് വയ്യ പ്ലീസ്. നല്ല മോളല്ലേ. ദയവായിട്ടും വഴക്ക് പറയൊന്നുമില്ല. ഏയ് ഇല്ല, അവനല്ലേ ആള്. അവൻ്റെ മൂടൊന്ന് റെഡിയായിട്ട് വേണം എനിക്കൊരു കാര്യം പറയാൻ. എന്ത് കാര്യം? അത് എന്നോട് മാള് പറയും. ഇപ്പം അവനോട് പോയി പറഞ്ഞാലേ ചിലപ്പോൾ ഒറ്റ ചവിട്ടി ഞാൻ വീട്ടിലെത്തും. അതാ, പ്ലീസ്. നല്ല മോളല്ലേ, നീ പറഞ്ഞാലേ അവൻ കേൾക്കൂ. ഞാൻ പറയുന്നുണ്ട്. ഇപ്പം തന്നെ പോയി പറ പ്ലീസ്. അവനൊന്ന് കൂളാക്കി താഴേക്ക് കൊണ്ടുപോവാ. ഇപ്പോഴോ? ആ, ഇപ്പം തന്നെ. സൂരജും ആളും കൂടെ അവൾ ഉന്തിത്തള്ളി മുകളിലേക്ക് വിട്ടു. ദേവേട്ടാ. പിന്നെ സൂര്യ ചേട്ടനോട് മാളൂരിനോട് ദേഷ്യപ്പെടല കേട്ടോ. രണ്ടിനെയും ഞാനത് ശരിയാക്കുന്നുണ്ട്. അവരുടെ വഴക്ക് ഞാനും തീർക്കും. അവർ പാവല്ലേ ദേവേട്ടാ. നിന്നെ വക്കാലത്തിൽ പറഞ്ഞാണല്ലേ? ഏയ്, അവർ ചുമ്മാ വെറുതെ. വാവേ കളിക്കില്ലേ. ഇത് കഴിഞ്ഞ് ഹോസ്പിറ്റൽ പോകണം എനിക്ക്. അവിടുന്ന് കോൾ വന്നിരുന്നു. അവരെ വഴക്ക് പറയില്ലെന്ന് പറ, എന്നാ ഞാൻ പോവാം. എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ പോയേ. ആഹാ, ദേഷ്യം വന്നോ? എന്നാ ഒന്ന് കാണണല്ലോ. ശക്തി അവൻ്റെ മടിയിൽ നിന്ന് ലാപ്ടോപ്പ് എടുത്ത് ടേബിൾ വെച്ചു. എന്നിട്ട് അവൻ്റെ മടിയിൽ കയറിയിരുന്ന് കഴുത്തിലൂടെ കൈയിട്ട് കവിളിൽ അമർത്തി ചുംബിച്ചു. ഇപ്പോൾ ദേഷ്യം പോയോ? ശിവയില്ലാന്ന് തലയാട്ടി. അവൾ കുനിഞ്ഞ് ചുണ്ടിലും അമർത്തി ചുംബിച്ചു. അവനില്ലെന്ന് തലയാട്ടിക്കൊണ്ട് അവളുടെ അരയിൽ കൈ മുറുക്കി പിടിച്ചു. ശക്തിക്ക് അവൻ്റെ നോട്ടത്തിലെന്തോ പന്തികേട് തോന്നി. അവൾ മെല്ലെ എണീറ്റ് പോകാൻ തുടങ്ങിയപ്പോഴേക്കും ശിവ അവളുടെ കയ്യിൽ പിടിച്ച് മടിയിലിരുത്തി. അങ്ങനെ അങ്ങ് പോവല്ലേ? എന്നെ ദേഷ്യം മാറ്റാൻ വന്നല്ലേ നീ? വേണ്ട, പിന്നെ മാറ്റിയാൽ മതി. ഹാ, അങ്ങനെ പറയല്ലേ. ഇനി എൻ്റെ ദേഷ്യം മാറിയിട്ട് പോയാൽ മതി. അവൻ അവളെ കട്ടിലേക്ക് എടുത്താൻ നോക്കി. അയ്യോ ദേവേട്ടാ, ഡോർ അടച്ചില്ല. ഞാൻ ഡോർ അടച്ചിട്ട് വരാം. ശിവ അവളെ നോക്കി, എന്നിട്ട് വിട്ടു. ശക്തി പോയി ഡോർ തുറന്ന് ഓടാൻ പോയപ്പോഴേക്കും ശിവ അവളുടെ അരയിലൂടെ കൈയിട്ട് പൊക്കി വാതിലടച്ച് ലോക്ക് ചെയ്തു. നീ എങ്ങോട്ടാ? എന്നെ പറ്റിച്ച് പോകുന്നേ? ദേവേട്ട വേണ്ട കേട്ടോ, എന്നെ വിട്ടേ. അവിടെ നിൽക്കടി. എൻ്റെ ദേഷ്യം ഞാനൊന്ന് മാറ്റട്ടെ. അവൻ അവളെയും ചേർത്ത് പിടിച്ച് കട്ടിലേക്ക് മറിഞ്ഞു. പതിയെ പതിയെ അവളുടെ എതിർപ്പുകൾ മാറി അവനിലേക്ക് ഒതുങ്ങിക്കൂടി. തൻ്റെ പ്രാണനിൽ അവൻ അലിഞ്ഞു ചേർന്നു. ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന ശിവ ടവൽ കൊണ്ട് മുഖം തുടച്ച് ശക്തിയെ നോക്കിയൊന്ന് ചിരിച്ചു.
ശക്തി അവനെ നോക്കി മുഖം വീർപ്പിച്ച് തിരിഞ്ഞു കിടന്നു. അവൻ പതി അവളുടെ അടുത്ത് പോയി പുറകിലൂടെ കെട്ടിപ്പിടിച്ച് അവളുടെ മുഖത്തേക്ക് അവൻ്റെ മുഖം ചേർത്ത് വെച്ചു. വാവേ പോടെ ദേവ. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കവിളിൽ മെല്ലെ കടിച്ചു. അവളുടെ കാതോരം പോയി പതിയെ പറഞ്ഞു, ഇപ്പം എൻ്റെ ദേഷ്യം മാറിയല്ലോ. ഞാൻ മിണ്ടില്ല ദേവേട്ടനോട്. എൻ്റെ മോൾ എന്നോട് മിണ്ടില്ല, പിന്നെ ആരാ മിണ്ട? പോയ ദേവേട്ട കിന്നരിക്കാണ്ട്. ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചു തന്നാലോ? എനിക്ക് വേണ്ട. താഴെ നിന്ന് ഐസ്ക്രീം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങോട്ടേക്ക് വിട്ടത്. എനിക്കിനി ഐസ്ക്രീം വേണ്ട. ഹാ, നീ എൻ്റെ ദേഷ്യം മാറ്റാനല്ലേ വന്ന്? അതുകൊണ്ടെന്നാ ദേഷ്യം മാറിയില്ലേ? അവൾ ചിരിച്ചുകൊണ്ട് തിരിച്ച് അവനെ പിടിച്ച് തള്ളി. പോ തെമ്മാടി. അവൻ അവളുടെ കവിളിൽ നിന്ന് അമർത്തി ചുംബിച്ചിട്ട് പോയി ഷർട്ട് ഇട്ടു. എന്താ ദേവേട്ട, ഒരവധിയായിട്ടും കൂടെ വീട്ടിലിരിക്കാൻ വയ്യേ? ഇപ്പോൾ വരാൻ മോളെ, എന്തോ അത്യാവശ്യം ആയതുകൊണ്ടല്ലേ അവർ വിളിച്ചത്. ഡോറിനാരോ തട്ടുന്ന ശബ്ദം കേട്ട് ശിവ ഷർട്ടിൻ്റെ കൈമടക്കി പോയി ഡോർ തുറന്നു. പുറത്തു മാളു. അവനെ കണ്ടതും ഒന്ന് പരിങ്ങി. മാളു മുഖത്ത് മാക്സിമം വിനയം വാരി വിതറി. അത് ശക്തിയുണ്ടോ? ഓ, ശക്തിയൊക്കെ ആവശ്യത്തിനുണ്ടല്ലോ. അവൻ കൈപൊക്കി മസി നോക്കിയിട്ട് പറഞ്ഞു. അതല്ല വാവാച്ചി. എന്തിനാ ഇനി എന്തു പറഞ്ഞ് കരയിപ്പിക്കാനാ? അത് ഒരു കയ്യബദ്ധം. അവനൊന്ന് മൂളിക്കൊണ്ട് അകത്തേക്ക് കയറി. മാളൂന്ന് നെഞ്ചിൽ കൈവച്ച് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. വാവച്ചി വന്നേ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം മാളു, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ശക്തി മടിപിടിച്ച് കിടന്നു. മാളു ശക്തിയൊന്ന് സൂക്ഷിച്ച് നോക്കി. മുടിയൊക്കെ അഴിഞ്ഞ് പറന്ന് കിടക്കുന്നുണ്ട്. നെറ്റിയിലെ പൊട്ടൊക്കെ പോയി കുങ്കുമെല്ലാം പരന്ന് കിടക്കുന്നു. കണ്ണടച്ച് തലകിണ്ണയും പിടിച്ച് കിടക്കുവാണ്. ഈശ്വര, ഏത് നേരത്താണാവും ഇവളെ കോംപ്രമൈസിന് പറഞ്ഞേക്കാൻ തോന്നിയത്? ഇത് കുരങ്ങന്റെ കയ്യിൽ പൂമാല അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്ത പോലെ പോയി. വാവച്ചി എണീറ്റേ. ഡേ, അവൾക്ക് വയ്യും കിടന്നോട്ടെ, വെറുതെ ഉപദ്രവിക്കണ്ട, ശിവ മാളുവിനോട് പറഞ്ഞു. നിങ്ങൾ ഉപദ്രവിച്ചോണ്ട അവൾക്കിപ്പോൾ വയ്യാത്ത. മാളു ആത്മകഥം പറഞ്ഞു. എന്താടി പിറുവിറുക്കുന്നേ? ഏയ് ഒന്നുമില്ല. അല്ല, ശിവേട്ടനെ എങ്ങോട്ടാ പോകുന്നേ? ഞാൻ ഹോസ്പിറ്റലിലേക്ക്. അയ്യോ. എന്തേ? ഒന്നുമില്ല, ഇന്ന് ലീവല്ലേ? ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരും. അതെയോ, എന്നാ വാവച്ചി നീ കിടന്നോ കേട്ടോ, ഞാൻ ഇപ്പോൾ വരാം. മാളു താഴേക്ക് ഇറങ്ങുന്നതിനിടെ സൂരജിനെ കണ്ടു. വാവാച്ചി എവിടെ? അവളവിടെ കിടക്കുക. അതല്ല, ശിവേട്ട ഹോസ്പിറ്റലിലേക്ക് പോവാ. ഇപ്പം എങ്ങനെയാ സംസാരിക്കുക? ആണോ, എന്നാൽ ഞാൻ നാളെ അവനോട് പറഞ്ഞോളാം. ശരി. ശിവ റെഡിയായി ശക്തിയുടെ അടുത്ത് വന്നിരുന്നു. ഏട്ടൻ പോയിട്ട് പെട്ടെന്ന് വരാട്ടോ, ഇവിടെ കിടന്നോ, ക്ഷീണം മാറിയിട്ട് പോയാൽ മതി. ശിവ അവളുടെ കവിളിൽ നിന്ന് അമർത്തി ചുംബിച്ചിട്ട് പുറത്തേക്ക് പോയി.